പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 8 വമ്പൻ ദുരന്തങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ജീവിതത്തിൽ വലിയ കാവൽ ലഭിക്കാൻ, പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം നാം ഓതേണ്ട 11 പ്രാവശ്യം ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചുമാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 3 ഹംദ് പറഞ്ഞപ്പോ എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവനും ഹംദ് പറയാൻ ശ്രദ്ധിക്കുക. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിലൂടെ ഒന്നുകൂടെ എഴുതിവിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാനാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ അവസാനം വഫാത്തായ മകളുടെ പേരെന്താണ്? നബിയുടെ മക്കളിൽ അവസാനം വഫാത്തായ മകളുടെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതിവിടുക. അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വമ്പൻ തെറ്റാണ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങുക എന്നുള്ളത്. പല ആളുകളും ഈ അബദ്ധം ചെയ്യാറുണ്ട്. പല ആളുകളും തഹജ്ജുദ് നിസ്കരിക്കും, രാവിലെ 3 മണിക്കൊക്കെ എണീക്കും, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും, പിന്നെ ദിക്റും സലാത്തൊക്കെ ചൊല്ലും, പിന്നെ സുബ്ഹി നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ ചെയ്യുന്ന അബദ്ധമാണ് കിടന്നുറങ്ങുക എന്നുള്ളത്. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങാൻ പാടില്ല, അത് ശരിയല്ല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 8 വമ്പൻ ദുരന്തങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. അതോടൊപ്പം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു സൂറത്ത് നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്നത് അള്ളാഹുവിന്റെ ബറക്കത്താണ് എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പ്രത്യേകമായി ബറക്കത്ത് ചെയ്യുന്ന ഒരു സമയമാണല്ലോ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന തന്നെ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അള്ളാഹുവേ, എന്റെ ഉമ്മത്തീകൾക്ക് പ്രഭാത സമയത്ത് നീ ബറക്കത്ത് ചെയ്യണേ. മുത്തുനബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹു എന്തായാലും സ്വീകരിച്ചിട്ടുണ്ടാവും. മുത്തുനബിയുടെ പ്രാർത്ഥന അള്ളാഹു തട്ടൂല. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്ത സമയം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമാണ്, പ്രഭാത സമയത്തിലാണ്. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ പിന്നെ എങ്ങനെ നമ്മളെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും? ബറക്കത്ത് തടയപ്പെടും നമ്മളെ ജീവിതത്തിൽ നിന്ന്. ആ ബറക്കത്ത് തടയപ്പെട്ടാൽ 10 ലക്ഷം രൂപ നമുക്ക് സാലറി കിട്ടിയാലും അത് എവിടെ പോകുന്നത് കൂടി നമുക്കറിയാൻ കഴിയൂല. ആ രൂപത്തിലായിരിക്കും നമ്മളെ ജീവിതം ഉണ്ടാകുക. വല്ലാത്ത പ്രയാസത്തിലും ദുരിതത്തിലും ദുരന്തങ്ങളിലുമായിരിക്കും. നമ്മൾ വലിയ കച്ചവടക്കാരൊക്കെ ആയിരിക്കും, പക്ഷെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല. ബറക്കത്ത് അള്ളാഹു എടുത്തു കളയും. അതുകൊണ്ട് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഭക്ഷണം തടയപ്പെടുകയാണ്. അഥവാ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും, നമ്മൾ കടക്കണിയിൽ അകപ്പെട്ടു പോകും. നൗമു സുബ്ഹി യംനഉ റിസ്ഖ. ഉണ്ടോ? സുബ്ഹിന്റെ ശേഷമുള്ള ഉറക്കം സുബ്ഹാനല്ലാഹ് ഭക്ഷണത്തിന് തടയപ്പെടും, ദാരിദ്ര്യം ഉണ്ടാകും, പട്ടിണി കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മൂന്നാമത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണ്? നൗമു സുബ്ഹതി യൂരിസുൽ കസ്ല വൽ ഫുതൂർ. മടിയും അലസതയും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അന്നത്തെ ദിവസം വല്ലാത്ത മടിയായിരിക്കും. ജോലി സ്ഥലത്ത് പോയാൽ മടിയായിരിക്കും. അപ്പൊ പിന്നെ അവിടുത്തെ മാനേജറും മുതലാളിയൊക്കെ നമ്മളെ വെറുക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും നമ്മൾ മടിയന്മാരാകും. ജീവിതത്തിൽ നമ്മൾ വലിയ അലസത കാണിക്കും.
കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ വല്ലാത്ത ക്ഷീണമായിരിക്കും, തളർച്ചയും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ മടിയന്മാരായി ജീവിക്കേണ്ടി വരും. ഒന്നിനും കഴിയാത്ത രൂപത്തിൽ, ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മളെ ജീവിതം ആയി പോകും. അതുകൊണ്ട് സുബ്ഹിന്റെ ശേഷം ഉറങ്ങരുത്. നാലാമത്തെ വമ്പൻ അപകടം അശ്രദ്ധയുടെ അടയാളമുള്ളവനായി നമ്മൾ മാറുന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ അശ്രദ്ധ കാണിക്കും. മക്കളുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല, ഭാര്യന്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂല, ഉമ്മയുടെ ഉപ്പയുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂല, വീടിന്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂല. ഒരു ഉത്തരവാദിത്തം ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല. നമ്മൾ അശ്രദ്ധയുടെ അടിമകളായി പോകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുത്തുനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഫാത്തിമ ലാ തകൂനി മിനൽ ഗാഫിലീൻ. റസൂലുള്ളാഹി ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലിയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി കിടന്നുറങ്ങാണ്. ആ സമയത്ത് ഫാത്തിമ ബീവിയെ ഉണർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഫാത്തിമ ലാ തകൂനി മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധവാന്മാരിൽ പെട്ടുപോകല്ല ഫാത്തിമ. ഇത് ഉറങ്ങാനുള്ള സമയമല്ല. അള്ളാഹു ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന സമയമാണ്, അള്ളാഹു ബറക്കത്ത് ചെയ്യുന്ന സമയമാണ്, വല്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്യുന്ന സമയമാണ്, ദിക്റുകൾ പ്രാർത്ഥനകൾ നടത്തേണ്ട സമയമാണ്. അശ്രദ്ധരായി പോകേണ്ട ഫാത്തിമ. ഫാത്തിമ ബീവിയോട് വരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ അടയാളം യുദിബു നൂറൽ വജ്ഹി, നമ്മളെ മുഖത്തിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം എടുത്തു കളയും. അഥവാ ഈമാനിന്റെ കാര്യങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ നടക്കൂല. നിസ്കരിക്കാൻ ശരിക്ക് കഴിയൂല, മറ്റുള്ള ഇബാദത്തുകളൊന്നും ചെയ്യാൻ നമ്മൾക്ക് കഴിയൂല, ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ അടയാളം. ആറാമത്തത് മനസ്സിന് കടുപ്പമുണ്ടാകുമെന്നുള്ളതാണ്. സുബിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളോട് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയൂല. എപ്പോഴും ദേഷ്യത്തോടെയും വൈരാഗ്യത്തോടുകൂടെയും നമ്മൾ സംസാരിക്കും. ഭാര്യനോടാണെങ്കിലും അങ്ങനെ തന്നെ, മക്കളോടാണെങ്കിലും അങ്ങനെ തന്നെ, അയൽവാസികളോടാണെങ്കിലും, കൂട്ടുകാരോടാണെങ്കിലും, മാതാപിതാക്കളോടാണെങ്കിലും ഒക്കെ ഈ രൂപത്തിൽ നമുക്ക് പെരുമാറേണ്ടി വരും. നമ്മളെ ഖൽബ്, നമ്മളെ മനസ്സ് അലിവുണ്ടാകൂല, കടുപ്പമുള്ളതായി മാറുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ മനസ്സ് കടുപ്പമുള്ളതായാൽ എല്ലാവരും നമ്മളെ വെറുക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏഴാമത്തെ അടയാളം ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. നമ്മൾക്ക് ചിലപ്പോൾ 100 കൊല്ലൊക്കെ ജീവിക്കാൻ അള്ളാഹു ആയുസ് നൽകും, പക്ഷെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവില്ല. 60 വയസ്സൊക്കെ വരെയൊക്കെ ആരോഗ്യത്തോടെ ജീവിച്ച പിന്നെ ബാക്കി 4 വർഷം കട്ടിലിൽ കിടക്കേണ്ടി വരും, രോഗിയായി മാറുമെന്നുള്ളതാണ്. നമ്മൾ ആയുസ്സിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. 50 കൊല്ലം ജീവിക്കാൻ അള്ളാഹു ആയുസ് തന്നാൽ അത് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ആയുസ് വേണം. പക്ഷെ ആയുസ്സിൽ ബറക്കത്തില്ലെങ്കിലോ നമ്മൾ നിത്യരോഗികളായി മാറും. നമുക്ക് ആയുസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥ അള്ളാഹു നമ്മൾക്ക് നൽകും. അതുകൊണ്ട് ആയുസ്സിൽ ബറക്കത്ത് വേണമെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ ഉറക്കം ഒഴിവാക്കുക. എട്ടാമത്തെ കാര്യം ദുസ്വപ്നങ്ങൾ കാണും. സുബ്ഹിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ കാണും. കാരണം എന്താ? പിശാച് നമ്മളെ ചെവിയിലേക്ക് മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. പിശാചിന്റെ ഷെറുകൾ നമ്മൾക്ക് നല്ല മേൽക്കുമെന്നുള്ളതാണ്. ദുസ്വപ്നങ്ങൾ കണ്ടാലോ വല്ലാത്ത പ്രയാസം ഉണ്ടാകും, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അനാവശ്യമായ സ്വപ്നങ്ങളൊക്കെ കാണും. മരണപ്പെട്ട സ്വപ്നം കാണും, മരിക്കുന്ന സ്വപ്നം കാണും, ലൈംഗികമായി ബന്ധപ്പെടുന്ന സ്വപ്നം കാണും, വ്യഭിചരിക്കുന്ന സ്വപ്നം കാണും. ഇങ്ങനെ പലതും പിശാചുക്കൾ നമുക്ക് കാട്ടിത്തരുമെന്നുള്ളതാണ് ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ. കാരണം എന്താ? സുബ്ഹിന്റെ ശേഷം ഉറങ്ങേണ്ട സമയമല്ല എന്ന് മുത്തുനബി കൃത്യമായി പഠിപ്പിച്ചു. എല്ലാ ആരിഫ്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 8 വമ്പൻ ദുരന്തങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 11 പ്രാവശ്യം പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യണം. മഹത്തുക്കൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു ഫീ ദുബിരി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷം അഥവാ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 11 മർറ, 11 പ്രാവശ്യം. എന്നാൽ ലം യൽഹഖ് ബിഹി ദംബും ഫീ ദാലിക്കൽ യൗം, ആ ദിവസത്തിൽ ഒരു തെറ്റും അവനിൽ നിന്ന് വരൂല. ആ ദിവസത്തിൽ പിശാചുക്കൾക്ക് നമ്മളെ പേപ്പിക്കാൻ കഴിയൂല. പിശാചിന്റെ ഷർറ് നമ്മൾക്ക് ഉണ്ടാവൂല. പിശാചിന്റെ ഷർറ് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുക. അതാ. എന്നാൽ ഈ സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 11 പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ പിശാചിനെ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാനോ കഴിയൂല എന്ന് വലിയ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.